അല്ല അമ്മമ്മയോ? അങ്ങനെ അവൻ്റെ പാട്ടും ഡാൻസും ഒക്കെ കണ്ട് ഇങ്ങനെ ഈച്ചയായിട്ട് വീട്ടിലിരുന്നപ്പോഴാണ് ബാങ്കിൽ നിന്ന് എനിക്കൊരു കോള് വന്നത്. അതായത് നമ്മൾ വെച്ച സ്വർണത്തിൻ്റെ സംഭവമൊക്കെ തീർന്നു, അപ്പോൾ അത് മാറ്റി വെക്കണം, അങ്ങനെ അല്ലറ കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇറങ്ങുവാണല്ലോ എന്നോർത്ത് കൊച്ചിൻ്റെ വൈറ്റമിനെ കൊടുക്കേണ്ട ദിവസം കൂടെ ആയിരുന്നേ. അപ്പോൾ ആശുപത്രി കയറി അവന് വൈറ്റമിനെയൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സ്വന്തം ബാങ്കിലേക്ക്. നല്ല കട്ട പോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വലിയ പോസ്റ്റ് അടിച്ചില്ല, ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അഭിതേനായിരുന്നു മൊത്തം പോസ്റ്റ്. കാരണം അഭിതേൻ്റെ അക്കൗണ്ടിലാണ് ഈ പ്രോബ്ലം മുഴുവൻ കിടക്കണത്. ഞാൻ പിന്നെ ഇങ്ങനെ വരാലിനെ പോലെ തെന്നി കളിക്കുവാണല്ലോ, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും വരാറില്ല. മര്യാദയ്ക്ക് ബാങ്കിനകത്തിരുന്നതാ. ഇവന് മൂത്രം ഒഴിക്കണമെന്നും പറഞ്ഞ് എന്നെയും കൊണ്ട് പുറത്തു പോന്നിട്ട് കട്ട പോസ്റ്റാ വെയിലത്ത്. പിള്ളേർ പണി തരുന്നത് അവയിൽ തന്നെ അതിനകത്ത് ഏസിക്കകത്തിരിക്കണം. കൊണ്ടിരുത്തു പിന്നെ അത് മുട്ടയിരട്ടെ. പാവല്ലേ ചുണ്ടരി, മുട്ടയിരട്ടെ അവൾക്ക്. അവര് മുട്ടയിരട്ടെ പിന്നെ, അവള് മുട്ടയിരട്ടെ പാവം. നമുക്കേ ചോറിന് കഴിഞ്ഞ് പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഈ കോഴി എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ് കേട്ടോ. ഈ ഒരു കോഴിയേ ഉള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഇതിനെ മുട്ടയിടാൻ വേണ്ടി നമ്മുടെ പെരയ്ക്കകത്താണല്ലോ ഇരിക്കണത്. അപ്പോൾ ആ പെരയ്ക്കകത്ത് കയറിയപ്പോഴത്തേക്ക് അവൻ എടുത്തുകൊണ്ട് വന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് ഇരുത്തിയേക്കണതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ബാങ്കിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ട് വേഗം കറിയൊക്കെ വെച്ച് കേട്ടോ, ഒന്നും കറി വെക്കാതൊക്കെ പോയതാണ്. അപ്പോൾ തലേദിവസത്തെ മീൻകറിയുടെ ചട്ടി മാത്രം ഉണ്ടായിരുന്നു. ചട്ടിയിൽ കുറേ ഇഞ്ചിയും പുളിയും ഒക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് ഇങ്ങനെ വറ്റിച്ചിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാനും കുഞ്ഞിനും കൂടെ ചോറിട്ട്, നല്ല ചൂടൻ ചോറാണ്. അയ്യോ അണ്ണാക്ക് വരെ പൊള്ളിപ്പോയി എന്ന് പറയില്ലേ, അതുപോലെ. പിന്നെ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് വരട്ടി, ഇനി ചക്കക്കുരു തീരുന്ന വരെയായിട്ട് ചക്കക്കുരു മെഴുക്ക് വരട്ടി ആയിരിക്കും. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ മെഴുക്ക് വരട്ടി ആക്കി ഞാൻ ഉള്ളിയും മുളകും ചതച്ചായിരുന്നു. അപ്പോൾ ആ ഉള്ളിയും മുളകും കൂടെ ഒരു കുഞ്ഞു മുളക് ചമ്മന്തി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു മെഴുക്ക് വരട്ടിയും ഇതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഞാനും കുഞ്ഞിനും കൂടെ അടിപൊളി ചക്കച്ചോറൊക്കെ തിന്നു. അടിപൊളിയായിരുന്നോ ഇല്ലയോ എന്ന് അടുത്ത സീനിൽ അറിയാൻ പറ്റും കേട്ടോ. അഞ്ച് മിനിറ്റ് കൊണ്ട് ചട്ടിച്ചോറ് കാലിയാക്കി. നല്ല എരിവുണ്ടായിരുന്നു. എന്താണേലും വിട്ടുകൊടുത്തില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ, അയ്യോ ഇഷ്ടപ്പെടാൻ മാത്രം വല്ലതും ഉണ്ടോ ഇതിനകത്ത്, എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്താണേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, ഓക്കേ, സീ യു.